അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ മാത്രം. ശരി റിയാസ്, ചേലക്കര മണ്ഡലത്തിലെ വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, 6 മണിയോടെ വോട്ടെടുപ്പ് പൂർത്തിയാവും. എങ്ങനെയാണ് ചേലക്കര മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം? കൂടുതൽ വിവരങ്ങൾ. എന്തായാലും ചേലക്കരയിൽ പല ബൂത്തുകളിലും ഇപ്പോഴും നീണ്ട തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ 6 മണിക്ക് പോളിംഗ് സമയം അവസാനിക്കുമെങ്കിലും പല ബൂത്തുകളിലും ഈ 6 മണി കഴിഞ്ഞും വോട്ടിംഗ് രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പാലക്കാടിനെ, ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം സാധാരണ കൂലിപ്പണിക്കാരെല്ലാമാണ് ഈ ചേലക്കരയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പണി കഴിഞ്ഞ് വോട്ട് ചെയ്യാനെത്തുന്നവരുടെ എണ്ണം ഈ ഉച്ച കഴിഞ്ഞതോടെ ഇപ്പോൾ പല ബൂത്തുകളിലുമായി വർദ്ധിച്ചു വരികയാണ്. ഈ 5 മണിക്ക് ശേഷം പല ബൂത്തുകളിലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ചേലക്കരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറിന് മുമ്പെയുള്ള കണക്കുകൾ അനുസരിച്ച് 63% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു പല ബൂത്തുകളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയോടെ ചെറിയ രീതിയിൽ ഈ തിരക്ക് അയഞ്ഞെങ്കിലും ഇപ്പോൾ വൈകിട്ടോടെ വീണ്ടും ഈ തിരക്കായിരിക്കുകയാണ്. പല ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രധാനമായും മൂന്ന് മുന്നണികളും വളരെ വാശിയോടെ മത്സരിച്ച ഒരു മണ്ഡലമാണ് ഈ ചേലക്കര എന്ന് പറയുന്നത്. ഈ പ്രധാനമായും ഈ 3 മുന്നണികൾക്കും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയുണ്ട്. LDFനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ 28 വർഷമായി ഈ ചേലക്കര LDFന്റെ ചെങ്കോട്ടയാണ്. ഈ UDFനെ സംബന്ധിച്ചിടത്താണെങ്കിലും BJPയെ സംബന്ധിച്ചിടത്താണെങ്കിലും ഈ പ്രധാനമായും ഈ ഇരു മുന്നണികളും ആരോപിക്കുന്നത് തങ്ങൾക്ക് ഈ ചരിത്രം മാറുമെന്ന് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ അലയടിക്കുമെന്ന് തന്നെയാണ് ഈ പ്രധാനമായ മറ്റു മുന്നണികൾ ഉന്നയിക്കുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 77% പോളിംഗ് ആയിരുന്നു ഈ ചേലക്കരയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പിലും ഇത് തന്നെ ആവർത്തിക്കും, അല്ലെങ്കിൽ 80% പോളിംഗ് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ തന്നെ 80% പോളിംഗ് ഈ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിലൊരു 80% പോളിംഗ് രേഖപ്പെടുത്താനാകുമെന്ന് തന്നെയാണ് പ്രധാനമായും ഈ മുന്നണികളെല്ലാം തന്നെ വിശ്വസിക്കുന്നത്. ഈ പ്രധാനമായും ഈ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ പല ബൂത്തുകളിലൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളും മറ്റുമാണ് എന്തായാലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ചേലക്കരയിലുള്ള ബൂത്തുകളുടെ സാഹചര്യം പറയുകയാണെങ്കിൽ പല ബൂത്തുകളിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ പോളിംഗ് സമയമായിട്ടുള്ള 6 മണി കഴിഞ്ഞാലും പല ബൂത്തുകളിലും വോട്ടിംഗ് നടക്കുമെന്ന് തന്നെയാണ് ചേലക്കരയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആതിര. ശരി വിനയ, പാലക്കാടും ചേലക്കരയിലും വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലേക്കാണ്. വയനാട് മണ്ഡലത്തിലെ പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ അനുഭവപ്പെടുകയാണ്. അവസാന മണിക്കൂറിലും പോളിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട് മണ്ഡലത്തിൽ നിന്നും റിയാസ് KMRഉം ചേലക്കര മണ്ഡലത്തിലെ വിവരങ്ങളുമായി വിനയ രാജുമാണ് ചേർന്നത്. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം നിങ്ങളുടെ YouTube അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.